നമസ്കാരം. എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. കേരള PSC കറണ്ട് അഫെയർ വിഭാഗത്തിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്റർനാഷണൽ സ്പേസ് മിഷൻസ്. അതായത് ഇന്ത്യയുടെ ISRO ഒഴിച്ചുള്ള ബാക്കി വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ISROയുമായി ബന്ധപ്പെട്ട് വരുന്ന ഫാക്ട്സുകൾ ഏറ്റവും പുതിയത് മുന്നേയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ ആയതിൻ്റെ നോട്ടുകൾ നിങ്ങൾക്ക് സൗജന്യമായി തന്നെ ഡൗൺലോഡ് ചെയ്യാം. എംഫേവർ ലേണിംഗ് ആപ്പിലൂടെയും അതുപോലെ എംഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനലിൽ നിന്നും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ അവിടെ നിന്ന് ജോയിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. സോ ആദ്യത്തെ ചോദ്യം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു തവണ PSC ചോദിച്ച് കഴിഞ്ഞതുമാണ്. ഓക്കെ, ജ്യൂസ് എന്നതിനെ കുറിച്ച്, അതായത് വ്യാഴം അഥവാ ജൂപ്പിറ്റർ, വ്യാഴത്തെക്കുറിച്ച് പഠിക്കാനായി യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഉപഗ്രഹത്തെയാണ് നമ്മൾ ജ്യൂസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജ്യൂസ് എന്നതിൻ്റെ യഥാർത്ഥ നാമം ജൂപ്പിറ്റർ IC മൂൺസ് എക്സ്പ്ലോറർ എന്നുള്ളതാണ്. എന്താണ്? ജൂപ്പിറ്റർ IC മൂൺസ് എക്സ്പ്ലോറർ എന്നുള്ളതാണ് യഥാർത്ഥ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ പൂർണ്ണ രൂപങ്ങളാണ് ഇപ്പോൾ PSC കൂടുതലായിട്ടും ചോദിച്ചു വരുന്നത്. മുന്നേ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ഗ്രഹം വ്യാഴമായിരുന്നുവെങ്കിൽ ഇന്ന് അത് ശനിയാണ്, അല്ലെ? അതായത് സാറ്റേൺ. 146 ഉപഗ്രഹങ്ങളാണ് സാറ്റേൺ അഥവാ ശനിക്ക് സ്വന്തമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഒന്ന് ക്ലിയർ ചെയ്തുകൊള്ളുക, കറണ്ട് അഫെയർ റിലേറ്റ് ചെയ്ത്. ഇനി വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെ കുറിച്ച് പഠിക്കാനായി നാസയുടെ ഉപഗ്രഹം, നാസ അമേരിക്കയുടേതാണ്. ഉത്തരം യൂറോപ്പ ക്ലിപ്പർ. ഏറ്റവും പുതിയ ഫാക്റ്റ് ആണ് യൂറോപ്പ ക്ലിപ്പർ എന്നുള്ളത്. ഇത്തരത്തിലൊരു ഉപഗ്രഹം നാസയുടെ നാസയുടെ ഒരു വ്യാഴത്തെ കുറിച്ച് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അഥവാ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെ കുറിച്ച് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് യൂറോപ്പ ക്ലിപ്പർ എന്നുള്ളത്. ഇനി ഭൂമിയെ നിരീക്ഷിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹം, ഉറപ്പായും PSC ചോദ്യമാണ്, പേസ് എന്നുള്ളത്. ഇതിന്റെ പൂർണ്ണരൂപം നോക്കിക്കോളുക, പ്ലാങ്ക്ടോൺ എയറോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം എന്നുള്ളതാണ് പേസിന്റെ പൂർണ്ണരൂപം. അപ്പോ പൂർണ്ണരൂപം എടുത്തു ചോദിക്കും PSC, ആവർത്തിച്ച് അത് വന്നുകൊണ്ടേയിരിക്കും. ഭൗമ നിരീക്ഷണത്തിന് വേണ്ടി അഥവാ ഭൂമിയുടെ നിരീക്ഷണത്തിന് വേണ്ടി അമേരിക്കയുടെ നാസ നിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്, പ്ലാങ്ക്ടൺ എയറോസോൾ ക്ലൗഡ് ഓഷ്യൻ ആൻഡ് എക്കോസിസ്റ്റം എന്നുള്ളത്. ഇനി ഭൂമിയെ നിരീക്ഷിക്കുന്നതിനായിട്ട് കെനിയ വികസിപ്പിച്ച, അല്ലെങ്കിൽ കെനിയയുടെ ഫസ്റ്റ് ഓപ്പറേഷണൽ സാറ്റലൈറ്റ് എന്ന് പറയാം ഉപഗ്രഹം, അതാണ് ടൈഫ 1. സൗദി അറേബ്യയുടെ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി റയാന ബർണാവി. PSC ചോദിച്ചിട്ടുണ്ട്, റയാന ബർണാവി. ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ എന്നിവയെ കുറിച്ച് പഠിക്കാനായി യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച ടെലിസ്കോപ്പ് ഏത് എന്നുള്ളതും ഇതും PSC ചോദ്യമായിരുന്നു. യൂക്ലിഡ്. എന്താണ്? യൂക്ലിഡ്. ഏറ്റവും പ്രധാനം, ഒരുപക്ഷെ ഇനി ചോദിക്കാനിരിക്കുന്ന ഒരു സംഗതിയാണ് മാഗി. അതായത് സൗരോർജത്തിന്റെ സഹായത്താൽ, സോളാർ എനർജിയുടെ സഹായത്താൽ ചൊവ്വയെക്കുറിച്ച് പഠിക്കാനായി നാസയുടെ പുതിയ മിഷൻ. അപ്പോ ഇവിടെ ഊർജം എന്ന് പറയുന്നത് സൗരോർജമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഉപയോഗത്തിലൂടെ, അല്ലെങ്കിൽ ആ ഒരു സഹായത്തിലൂടെയാണ് ചൊവ്വയെക്കുറിച്ച് നാസ പഠിക്കാനായി ഒരു പുതിയ മിഷൻ പദ്ധതിയിട്ടിരിക്കുന്നത്. മാഗിയുടെ ഫുൾ ഫോം നോക്കിക്കൊള്ളുക, മാസ് ഏരിയൽ ആൻഡ് ഗ്രൗണ്ട് ഗ്ലോബൽ ഇന്റലിജന്റ് എക്സ്പ്ലോറർ എന്നുള്ളതാണ്. എന്താണ്? മാസ് ഏരിയൽ ആൻഡ് ഗ്രൗണ്ട് ഗ്ലോബൽ ഇന്റലിജന്റ് എക്സ്പ്ലോറർ. യഥാർത്ഥ പൂർണ്ണരൂപം വളരെ പ്രധാനപ്പെട്ടതാണ്. ചൊവ്വയുടെ ഉപഗ്രഹങ്ങളെ, പ്രധാനമായിട്ടും 2 ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ടാണ് ഒരു ജപ്പാന്റെ റോബോട്ടിക് മിഷൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ജപ്പാന്റെ റോബോട്ടിക് മിഷൻ, അതിനെയാണ് മാർഷ്യൻ മൂൺ എക്സ്പ്ലോറേഷൻ. ആ പേരിൽ തന്നെയുണ്ട് MMM. ഓക്കെ, മാർഷ്യൻ മൂൺ എക്സ്പ്ലോറേഷൻ. അപ്പോ ജപ്പാന്റെ ആണ്. ഇനി ഈ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ സ്വകാര്യ പേടകം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യുഎസ്എയിലെ ഹൂസ്റ്റൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടീം നിർമ്മിച്ച പേടകമാണ്
ഒഡീസിയസ് അല്ലെങ്കിൽ അതിനെ നിക് നെയിമിൽ ഒഡി എന്നാണ് വിളിക്കുന്നത്. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ സ്വകാര്യ പേടകം കേട്ടോ, ഒഡീസിയസ്. ഇനി ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ നാസയുടെ ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രം. നിരീക്ഷണം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒബ്സർവേറ്ററി എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട് അല്ലെ, ഒബ്സർവേഷൻ. സോഫിയ, ആ ഒബ്സർവേഷനുമായി ബന്ധപ്പെട്ടാണ്. സ്ട്രാറ്റോസ്ഫെറിക് ഒബ്സർവേറ്ററി ഫോർ ഇൻഫ്രാറെഡ് ആസ്ട്രോണമി എന്നുള്ളതാണ് പൂർണ്ണരൂപം. എന്താണ് സോഫിയ? സ്ട്രാറ്റോസ്ഫെറിക് ഒബ്സർവേറ്ററി ഫോർ ഇൻഫ്രാറെഡ് ആസ്ട്രോണമി. ഓക്കെ. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തുന്നതിനായി നാസ വിക്ഷേപിക്കുന്ന ആദ്യ മൊബൈൽ റോബോട്ടിക് മിഷൻ ഏതെന്ന് ചോദിച്ചാൽ, ചോദ്യം മൊബൈൽ റോബോട്ടിക് മിഷൻ എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം വൈപ്പർ എന്ന് കൊടുക്കണം. വൈപ്പർ അഥവാ വോളറ്റൈൽസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് പോളാർ എക്സ്പ്ലോറേഷൻ റോവർ എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണരൂപം. ഇത്തരത്തിൽ പൂർണ്ണരൂപങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് നിരവധി ചോദ്യങ്ങൾ ഇപ്പോ പുത്തൻ ട്രെൻഡിങ് ചോദ്യങ്ങളാണ് കേരള PSC-യിൽ. അതുകൊണ്ട് ഇവയിൽ ഒന്നുപോലും മിസ് ചെയ്യരുത്. ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു മാർക്ക് ഉറപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോ വൈപ്പർ, വോളറ്റൈൽസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് പോളാർ എക്സ്പ്ലോറേഷൻ റോവർ എന്നുള്ളതാണ്. ഇനി ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്നതിനായുള്ള ജപ്പാന്റെ മൂൺ സ്നൈപ്പർ മിഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാൻഡർ. ഓക്കെ, അതായത് നമ്മുടെ ISRO ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചപ്പോൾ ലാൻഡർ എന്ന് പറയുന്നത് വിക്രം. അതുപോലെ ഇവിടെ മൂൺ സ്നൈപ്പർ, ജപ്പാന്റെ മൂൺ സ്നൈപ്പർ ചന്ദ്ര ദൗത്യമാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലാൻഡറിന്റെ പേര് സ്ലിം എന്നാണ്. അപ്പൊ സ്ലിമിന്റെ യഥാർത്ഥ രൂപം സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നുള്ളതാണ് കേട്ടോ. ഇനി ചന്ദ്രനിലേക്ക് മനുഷ്യരെ എത്തിക്കാനുള്ള നാസയുടെ പുതിയ മിഷൻ, അതിൽ ഇന്ത്യയും പങ്കുചേരുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. ആർട്ടിമിസ് 2 എന്നുള്ളതാണ്. ആർട്ടിമിസ് 2 ഈ ആർട്ടിമിസ് മിഷന്റെ ഭാഗമാവുന്ന ഇന്ത്യൻ വംശജനെ ഒന്ന് ഓർത്തുകൊള്ളുക. ഇൻഡോ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയാണ് രാജാചാരി. ബഹിരാകാശത്ത് ആദ്യമായി എലിയുടെ ഭ്രൂണങ്ങൾ വളർത്തിയ രാജ്യം. അപ്പൊ ബഹിരാകാശത്ത് ആദ്യമായിട്ട് എലിയുടെ ഭ്രൂണം വളർത്തിയ രാജ്യം എന്ന് പറയുന്നത് ജപ്പാനാണ്. ഇപ്പൊ ബഹിരാകാശ ഇതുമായി ബന്ധപ്പെട്ട ജപ്പാൻ കാര്യമായ മുന്നേറ്റം ജപ്പാനിലും അതുപോലെ തന്നെ ചൈനയിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി സൂര്യനെ കുറിച്ച് പഠിക്കാനായിട്ട് നാസ ആരംഭിച്ച മിഷൻ. നമുക്കിവിടെ ആദിത്യ L1 എന്നുള്ളത് പോലെ തന്നെ മുന്നേയുള്ള ക്ലാസ്സിൽ ആദിത്യ L1നെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ നാസയുടെ പുതിയ മിഷൻ എന്ന് പറയുന്നത് സൺ റൈസ് ആണ്. അതിനും ഒരു പൂർണ്ണ രൂപമുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. സൺ റേഡിയോ ഇന്റർഫെറോമീറ്റർ സ്പേസ് എക്സ്പെരിമെന്റ്. സൺ റേഡിയോ ഇന്റർഫെറോമീറ്റർ അല്ലെ, സ്പേസ് എക്സ്പെരിമെന്റ് എന്നുള്ളതാണ് പൂർണ്ണ രൂപം. ഇനി മദ, കെയാൻ 2, ഹത്തേഫ് 1 എന്നീ വാർത്താ വിനിമയ ഉപഗ്രഹങ്ങളെ പുതുതായിട്ട് വിക്ഷേപിച്ച രാജ്യം അത് ഇറാനാണ്. ഇറാൻ. അപ്പോൾ നമ്മുടെ ഏഷ്യയില് ചൈനയും ജപ്പാൻ കഴിഞ്ഞാൽ ഇറാനാണ് കുറച്ചും കൂടി ബഹിരാകാശ മേഖലയിൽ കാര്യമായ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം. ഓക്കെ, ഇനി 2024 വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തകർന്ന ജപ്പാന്റെ റോക്കറ്റ്, അതാണ് കൈറോസ് എന്ന് പറയുന്നത്. കൈറോസ്. ഇനി ചാര ഉപഗ്രഹം സ്പൈസ് സാറ്റലൈറ്റ് മലിന്യോങ് 1 വിക്ഷേപിച്ച രാജ്യം അത് നോർത്ത് കൊറിയ ആണ് കേട്ടോ. നോർത്ത് കൊറിയക്കാണ് ചാരപ്രവർത്തികൾ. നോർത്ത് കൊറിയ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾക്കാണ് കൂടുതൽ ചാരപ്രവർത്തികൾ ഉള്ളത്. അപ്പോ മലിന്യോങ് 1 എന്നുള്ള ഉപഗ്രഹം വിക്ഷേപിച്ചിരിക്കുന്നത് ഉത്തര കൊറിയ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു ഇന്റർനാഷണൽ സ്പേസ് മിഷനുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. പഠിച്ച് മുന്നോട്ട് പോവാം. നന്ദി.